ഹലോ ഗൈസ്, അങ്ങനെ ഇത് നമ്മുടെ 5-ാമത്തെ ദിവസമാണ്. അപ്പം നമ്മൾ 3-ാമത്തെ ദിവസം ഒരു ലോക്കൽ ട്രിപ്പ് എടുത്ത് വന്ന് തിരിച്ച് വന്നതിന് ശേഷം പിന്നെ നമ്മൾ അധികം വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ നമ്മൾ ഇന്നലെ അന്ന് പറഞ്ഞ പോലെ നമ്മൾ അതിന് ശേഷം 4-ാമത്തെ ദിവസം നമ്മൾ കമ്പനി മീൻസ് 3-ാമത്തെ ദിവസം രാത്രി നമ്മൾ കമ്പനിയിൽ തന്നെയാണ് കിടന്നുറങ്ങിയത്. പിറ്റത്തെ ദിവസം രാവിലെ ഓട്ടോ ഉണ്ടാകുമെന്ന് വിചാരിച്ചുകൊണ്ട് അപ്പം നമ്മൾ രാവിലെ 8 മണിക്കത്തെ അവൈലബിലിറ്റി കൊടുത്തായിരുന്നു. രാവിലെ 8 മണിയായപ്പോൾ അവർ പറഞ്ഞു 3 മണിക്ക് ആപ്പിൾട്ടൺ വിസ്കോൺസിനിലോട്ട് ഒരു ലോഡ് ഉണ്ടെന്ന്. അപ്പം നമ്മൾ ഇതിനു മുമ്പ് കുറേ പ്രാവശ്യം വന്നിട്ടുള്ളതാണ്, വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുള്ള സ്ഥലമാണ്. അപ്പം 3 മണിക്ക് ലോഡുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ വീട്ടിൽ പോയിട്ട് ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് റെഡി ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ പിന്നെ വീട്ടിലോട്ട് പോയി. പോകുന്ന വഴിക്ക് ഇവരെനിക്ക് വേറെ മെസ്സേജ് അയച്ചു, ലോഡ് 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും റെഡി ആവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, നിങ്ങൾ റെഡി ആയി കഴിഞ്ഞപ്പോൾ ലോഡ് ക്ലിയർ ആയി കഴിഞ്ഞപ്പോൾ എന്നെ ഇൻഫോം ചെയ്യാൻ ഞാൻ ഒരു 40 മിനിറ്റ്സ് കൊണ്ട് വന്നേക്കാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും ലോഡ് ക്ലിയർ ആവാൻ കുറച്ച് സമയം എടുത്തു. ഏകദേശം 1 മണി 1:30 എങ്ങാണ്ടായി. എന്നിട്ട് പിന്നെ അവർ മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ ഏകദേശം ഒരു 2 മണി ആയപ്പോഴത്തേനും വന്നു. പിന്നെ നമ്മൾ ലോഡർ ട്രെയിലർ ഓൾറെഡി നമ്മുടെ വിൻസറിലുള്ള സാൾട്ട് കമ്പനിയായ വിൻസർ സാൾട്ട് കിടപ്പുണ്ടായിരുന്നു, ലോഡർ ട്രെയിലർ. എന്നിട്ട് പിന്നെ ഞാൻ അവിടുന്ന് പോയി ലോഡർ ട്രെയിലർ എടുത്തു, പോയി വെയിറ്റൊക്കെ ചെക്ക് ചെയ്ത് ഓക്കെ ആക്കി നമ്മൾ അടിച്ചുമിട്ടിങ്ങ് പോകുന്നു. എന്നിട്ട് ഇന്നലെ രാത്രി കുറേയൊക്കെ ഓടിച്ചു. ഇവിടുത്തെ സമയം എന്ന് വെച്ചാൽ US സമയം 11:30 ആയപ്പോൾ നമ്മൾ നിർത്തി. ഏകദേശം 11:30 ആയപ്പോൾ നമ്മൾ ഡെലിവറി ലൊക്കേഷനിൽ നിന്ന് ഒരു 35 മിനിറ്റ് ദൂരെ ഒരു ട്രക്ക് സ്റ്റോപ്പിൽ നിർത്തിയായിരുന്നു. അപ്പം നമുക്ക് ഇവിടുത്തെ ഡെലിവറി എന്ന് പറഞ്ഞാൽ രാവിലെ 11 മണിക്കായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് ടൈറ്റായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ എവിടെയും നിർത്താനോ വീഡിയോ പിടിക്കാനൊന്നും നിന്നില്ല. അടിച്ചും വിട്ട് വന്നിട്ടാണ് നമ്മൾ ഏകദേശം ഒരു 11:30 ആയപ്പോൾ അവിടെ നിർത്തിയത്. അപ്പോൾ 11:30 ആയപ്പോൾ നിർത്തി. എന്നിട്ട് ഞാൻ നമ്മുടെ പെട്ടെന്ന് തന്നെ കടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ എണീറ്റ് കറക്റ്റ് ഏകദേശം 9:30 ആയപ്പോൾ തന്നെ ഞാൻ ഇൻസ്പെക്ഷനൊക്കെ ഇട്ടു. ഇങ്ങോട്ട് ഒരു 9:45 ആയപ്പോഴത്തേനും സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഇവിടെ വന്ന് നോക്കുമ്പോൾ കറക്റ്റ് നമ്മൾ ഈ കമ്പനിയിലോട്ട് വരേണ്ട എക്സിറ്റ് കൺസ്ട്രക്ഷൻ നടക്കുന്നു. ഞാൻ വിചാരിച്ചു പെട്ടുപോയെന്ന്. പിന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ അതിൻ്റെ അടുത്ത എക്സിറ്റ് കയറിയിട്ട് റീറൂട്ടിൻ്റെ ഡീറ്റൂർ ചെയ്യാനുള്ള ഒരു ആരോ മാർക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിലെല്ലാം കയറി ഒരുവിധം 10:45 ആയപ്പോൾ ഞാനിവിടെ നമ്മുടെ ഡെലിവറി ലൊക്കേഷനിലെത്തി. എന്നിട്ട് ഞാനിങ്ങനെ പെട്ടെന്ന് തന്നെ ഡോക്കിലിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ റിട്ടേൺ ലോഡ് ചോദിച്ച സമയത്ത് അവർ പറയുന്നത് റിട്ടേൺ ലോഡ് ഒരെണ്ണം അയച്ചു തന്നു. അതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മുടെ റോക്ക്ഫോർഡിൽ നമ്മളെപ്പോഴും കിടക്കുന്ന ഒരു ഫ്ലൈയിങ് ജയുടെ അടുത്ത് തന്നെയാണ് വരുന്നത്. പക്ഷേ അവിടെ ഇതുവരെ ഒന്നും സെറ്റായിട്ടില്ല. മീൻസ് അവർ അത് അയച്ചു തന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവരത് ആ ലോഡ് ഓഫർ എറേസ് ചെയ്തു. അപ്പം അറിയില്ല ഇനിയിപ്പം അത് തന്നെയാണോ അതോ വേറെ ഏതെങ്കിലും ആണോ എന്ന്. എന്തായാലും നോക്കട്ടെ, ഞാൻ ഒന്നും കൂടെ അവരെ കോൺടാക്ട് ചെയ്ത് നോക്കാം. ഇവരിപ്പോൾ അൺലോഡിങ് ചെയ്ത് തീരാൻ പോകുന്നേ ഉള്ളൂ. അപ്പോഴത്തേനും നമുക്ക് ഒന്നും കൂടെ ഒന്ന് കമ്പനി ചോദിച്ചു നോക്കാം. ഇനിയിപ്പോൾ അവർ ബൈ മിസ്റ്റേക്കിൽ എന്തെങ്കിലും റീകോൾ ചെയ്തതാണോ എന്ന് അറിയത്തില്ല ലോഡ് ഓഫർ, അതോ ഇനിയിപ്പം വേറെ ഏതെങ്കിലും ലോഡുണ്ടോ നമുക്കൊന്നും അറിയില്ല. എന്തായാലും ഞാൻ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കട്ടെ. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ നമ്മുടെ അൺലോഡിങ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ അവർ 2ാമതും ആ ലോഡ് ഓഫർ തന്നെ നമുക്ക് അയച്ചു തന്നു. അവർ പറയുന്നത് അവർ അവിടെ ട്രെയിലേഴ്സ് വെച്ചായിരുന്നു, അപ്പോൾ അത് മാറ്റാൻ വേണ്ടി അവർ ക്യാൻസൽ ചെയ്തതാണ്. അപ്പോൾ ആ ലോഡ് ഓഫർ തന്നെയാണുള്ളത്. അപ്പോൾ നമ്മളിനി തിരിച്ചോടണം. നമ്മളെപ്പോഴും കിടക്കുന്ന ഫ്ലൈയിങ് ജയുടെ അടുത്താണ് ഈ ഡെലിവറി വരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം.
ഏകദേശം ഒരു 2.5 മണിക്കൂർ ഓടി നമ്മുടെ പിക്കപ്പ് ലൊക്കേഷനിലെത്തി. അതെന്ന് പറഞ്ഞാൽ വിസ്കോൺസിൻ്റെയും ഇല്ലിനോയ്സിൻ്റെയും ബോർഡറിലായിട്ട് വരും. അപ്പോൾ അവിടെ വന്നു. നമ്മൾ ഷിപ്പിംഗ് ഓഫീസിൽ പോയി നമ്മൾ പേപ്പറൊക്കെ കിട്ടി. നമ്മുടെ ട്രെയിലർ സ്വിച്ച് ചെയ്തു. നമ്മുടെ എം ടി ട്രെയിലർ ഇവിടെ ഇട്ട് നമ്മുടെ ലോഡർ ട്രെയിലർ നമ്മൾ എടുത്തു. അപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ എൻ്റെ പുറകെ നമ്മുടെ വേറൊരു ഡ്രൈവറും കൂടെ വന്നിട്ടുണ്ട് ഇവിടെ. പുള്ളിക്കാരനും അപ്പോൾ സ്വിച്ച് ചെയ്യുകയാണ്. അപ്പം നോക്കിയപ്പോൾ ഇത് കാർഡ്ബോർഡ് ബോക്സാണ് വരുന്നത്, എം ടി കാർഡ്ബോർഡ് ബോക്സ്. ഇതിൻ്റെ അകത്താണ് ഈ കുക്കുംബർ നിറയ്ക്കുന്നത്. ഇത് അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഇപ്പം കമ്പനി കോൺട്രാക്ട് എടുത്തിരിക്കുന്ന ഓട്ടാന്ന് തോന്നുന്നു. കാരണം ഇവിടെ നമ്മുടെ 2-3 ട്രെയിലറൊക്കെ ഉണ്ട്. ഒരു 3-4 ട്രെയിലർ ഇപ്പോൾ ഇവിടെ കിടപ്പുണ്ട്. അത്യാവശ്യം വലിയ കുഴപ്പമില്ല. ലൈവ് ലോഡിങ് അൺലോഡിങ് ആണെങ്കിൽ ഭയങ്കര സമയം എടുക്കുമെന്നാണ് റിവ്യൂസിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഡ്രോപ്പ് ആൻഡ് ഹുക്ക് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അത്യാവശ്യം നല്ല വലിയ കമ്പനിയാണ്. അങ്ങോട്ട് ഇവിടെയൊക്കെയാണ് ട്രെയിലർ ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിരിക്കുന്നത്. അവിടെയൊക്കെയുണ്ട്, ഇവരുടെ തന്നെ കമ്പനിയുണ്ട്. അപ്പോൾ നമുക്ക് പേപ്പർ വർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ അവിടുന്ന് ലോഡെല്ലാം പിക്ക് ചെയ്തു, പേപ്പർ വർക്കെല്ലാം അയച്ചു കൊടുത്തു നമ്മുടെ ഡിസ്പാച്ചിന് ബോർഡർ ക്ലിയർ ചെയ്യാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പോന്നു. കാരണം നമ്മൾ പിക്ക് ചെയ്ത ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പം ഏകദേശം ചിക്കാഗോയുടെ ഒരു സ്റ്റാർട്ടിങ് അല്ല, ഒരു ഔട്ടർ ഏരിയ എന്ന് നമുക്ക് പറയാം. അപ്പോൾ പിന്നെ ഞാൻ നോക്കിയപ്പോഴാണെങ്കിൽ നല്ല സമയം നമുക്ക് ബാക്കിയായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്തിനാ അവിടെ കിടക്കുന്ന, കുറച്ച് സമയം അങ്ങോട്ട് പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ വണ്ടി എടുത്ത് ചിക്കാഗോയിലോട്ട് കയറി. അതും നല്ല പീക്ക് ടൈമിൽ, ഏകദേശം ഒരു 4 മണി 5 മണി ആവുന്ന സമയത്താണ്. നല്ല ട്രാഫിക്. നമ്മുടെ 294 എന്ന് പറയുന്ന ഹൈവേയിലാണ് ഇപ്പം നമ്മളുള്ളത്. അപ്പം ഇവിടെ മൊത്തം നല്ല ട്രാഫിക്കാണ്. അത് നല്ല പീക്ക് ടൈമും കൂടെയാണ്. ഇപ്പം നമ്മൾ ഇപ്പം പോകുന്നതെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും നമ്മുടെ ചിക്കാഗോയിലെ എയർപോർട്ടിന്റെ സൈഡിൽ കൂടിയാണ്. ഇതിന്റെ റൈറ്റ് സൈഡിലാണ് ഇപ്പം എയർപോർട്ട് വരുന്നത്. അത്യാവശ്യം നല്ല വലിയ എയർപോർട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ ഈ ട്രാഫിക്കിൽ കൂടെ നിരങ്ങി പൊക്കോണ്ടിരിക്കുകയാണ്. എപ്പോൾ എത്തുമെന്ന് ദൈവത്തിനറിയാം. എന്തായാലും ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്, നമ്മളെപ്പോഴും കിടക്കുന്ന ഒരു ലൗസ് ഉണ്ട് നമ്മുടെ ഓൺ ദ വേ. നമ്മൾ ചിക്കാഗോ ക്രോസ് ചെയ്ത് നമ്മുടെ മിഷിഗൺ സ്റ്റേറ്റിലോട്ട് കയറിയ പാടെ മിഷിഗൺ സിറ്റി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. അവിടെ കിടക്കാമെന്നാണ് ഇപ്പോൾ എൻ്റെ പ്ലാൻ. ഹലോ ഗൈസ്, ഇപ്പം നമ്മൾ ഇന്നത്തെ ഓട്ടോ എല്ലാം കഴിഞ്ഞു. നേരത്തെ നമ്മൾ കണ്ട പോലെ ട്രാഫിക്കിലൊക്കെ പെട്ടുപോയെന്ന്. മീൻസ് നമുക്കറിയായിരുന്നു ട്രാഫിക് ആയിരിക്കുമെന്ന്, എന്നാലും ഭയങ്കരമായിട്ട് ട്രാഫിക്കായി പെട്ടുപോയി. നമ്മൾ ഏകദേശം ഒരു 4:15 ആയപ്പോൾ നമ്മൾ ചിക്കാഗോയുടെ ഒരു പരിസര പ്രദേശത്ത് വന്നിട്ട് ചിക്കാഗോയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴത്തേന് 7 മണിയായി. അത്രയ്ക്ക് ട്രാഫിക്കായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേനും പിന്നെ നമ്മളെ കമ്പനി വരെ ഏകദേശം ഇവിടുന്ന് നമുക്ക് സമയമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മണിക്കൂർ 3.25 മണിക്കൂർ എങ്ങാണ്ടാണ് വരുന്നത്. പക്ഷേ നമുക്ക് ഇവിടെ ആകെ സമയം ബാക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മണിക്കൂർ 20 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ തിരക്ക് പിടിച്ച് ഓടുന്നത്. പിന്നെ വഴിക്കാണെങ്കിൽ കുറേ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു ഇവിടെ ഷട്ട് ഡൗൺ ചെയ്യാൻ. ഞാൻ ഓൾറെഡി കമ്പനി ഇൻഫോമും ചെയ്തു. ഇന്ന് ബോർഡർ ക്ലോസ് ചെയ്യാൻ പറ്റിയില്ല, ക്ലിയർ ആയി കഴിഞ്ഞപ്പോൾ മെസ്സേജ് അയക്കും. എന്നിട്ട് ഞാൻ നാളെ രാവിലെ ക്ലോസ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ അതൊക്കെ സെറ്റാക്കി. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു, നമ്മൾ നടക്കാൻ പോവാണ്. അപ്പോൾ പിന്നെ നമ്മുടെ ഫുഡൊക്കെ ആണെങ്കിൽ തീർന്നു. ഇനിയിപ്പോൾ എന്തോ കുറച്ച് കറിയെങ്ങാണ്ടേ ബാക്കിയുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ തൽക്കാലം പോയിട്ട് പിന്നെ നമ്മുടെ ലൗസ് ഇവിടെ തന്നെ ഫുഡ് കിട്ടും, ഫ്രോസൺ ഫുഡ്. ഇതിപ്പോൾ എന്തോ ബഫലോ ചിക്കൻ റാപ്പാണ് മേടിച്ചത്, $6. അപ്പോൾ നമുക്ക് പോയിൻറ്റ്സ് ഉള്ളതുകൊണ്ട് അത് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ഒരു റാപ്പ് മേടിച്ചു. ഇനിയിപ്പോൾ നമുക്ക് അത് കഴിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് കിടക്കാം. ഞാൻ പിന്നെ പാർക്കിംഗ് ഫുള്ളായെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എണ്ണ അടിക്കാണ്ട് കൊണ്ടുപോയി വെച്ചാൽ രാവിലെ നമുക്ക് പയ്യെ ഉരുട്ടി കൊണ്ടുപോയി എണ്ണ അടിച്ചിട്ട് വേണം അവിടെ നിന്ന് പോകാൻ വേണ്ടി. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ നാളെ രാവിലെ കാണാം. അപ്പം നമ്മൾ രാവിലെ എണീറ്റ് കുളിക്കാൻ വന്നിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മുടെ ലൗസിൻ്റെ ഷവറാണ്, നല്ല വൃത്തിയുണ്ട്. അല്ലെങ്കിൽ ഈ ട്രക്ക് സ്റ്റോപ്പിൻ്റെ എല്ലാം ഓൾമോസ്റ്റ് എല്ലാ ഷവറും നല്ല വൃത്തിയായിരിക്കും. ഓരോരുത്തരെ കുളിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് അവർ ക്ലീൻ ആക്കി ഇവിടുത്തെ ടവലും കാര്യങ്ങളെല്ലാം മാറ്റി ഡ്രൈ ചെയ്യും. അത് മാത്രമല്ല, ഈ ലൗസ് ഒരു പുതിയ ലൗസാണ്, റീസെൻ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അതുകൊണ്ട് ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പക്ക നീറ്റാണ്, എല്ലാ സാധനവും വർക്കിംഗ് ആണ്. പിന്നെ അത്യാവശ്യം നമുക്ക് സോപ്പും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ അവർ നമുക്ക് ടവലും കാര്യങ്ങളെല്ലാം
തരും തോർത്താനുള്ളത്. പിന്നെ നമുക്ക് തന്നെ വേണമെങ്കിൽ അങ്ങനെ എടുത്തോണ്ട് വരാം. അപ്പോൾ ഇതാണ് ലൗസിൻ്റെ ഷവർ. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ നമ്മൾ 6ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ചിക്കാഗോയുടെ ഔട്ടർ ഏരിയ ഉള്ള മിഷിഗൻ സിറ്റി എന്ന് പറഞ്ഞ സ്ഥലത്ത് ലൗസിലാണ് നമ്മൾ കടന്നത്. നമ്മൾ ഇന്നലെ എണ്ണ അടിച്ചില്ലായിരുന്നു. ഇനിയിപ്പോൾ പോയിട്ട് നമ്മുടെ ഇൻസ്പെക്ഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. രാവിലെ നമ്മൾ നേരത്തെ ഒന്ന് പോയി കുളിച്ച് ഫ്രഷായിട്ട് വന്നു. ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പക്ഷേ നമ്മുടെ ലോഡ് ഇതുവരെ ക്ലിയർ ആയിട്ടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നന്നായി. ഇന്നലെ തിരക്കുപിടിച്ച് അങ്ങോട്ട് ഓടാണ്ടിരുന്നു, അല്ലെങ്കിൽ വഴിക്ക് എവിടെയെങ്കിലും കിടക്കേണ്ട വന്നതിനായിരുന്നു. അപ്പം നമുക്ക് ഇവിടുന്ന് പോയിട്ട് എണ്ണ അടിക്കണം ആദ്യം. എന്നിട്ട് നമുക്കൊരു കാപ്പി എടുത്തിട്ട് നമുക്ക് നേരെ പയ്യ ബോർഡറിൻ്റെ അങ്ങോട്ട് വിടാം. അവർ ക്ലിയർ ആയി കഴിഞ്ഞപ്പോൾ പറഞ്ഞോളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ അടുത്ത് കസ്റ്റം ഇൻവോയ്സ് ഇല്ല. അതിപ്പോൾ ഞാൻ വിളിച്ച് ചോദിച്ചു അവരോട്. അപ്പോൾ അവർ പറഞ്ഞത് ബ്രോക്കറിൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ അവരുടെ അടുത്തേക്ക് നേരിട്ടാണ് കസ്റ്റം ഇൻവോയ്സ് അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ അടുത്ത് കോപ്പി ഇല്ല. അപ്പം അതങ്ങ് അവരോട് പറഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത്രയേ ഉള്ളൂ. നമുക്ക് ആദ്യം പോയിട്ട് പെട്ടെന്ന് പോയി എണ്ണ അടിക്കാം. ഹലോ ഗായ്സ്. അപ്പം നമ്മൾ എണ്ണയൊക്കെ അടിച്ചു, റെസിപ്റ്റൊക്കെ മേടിച്ചു, നമ്മളൊരു കാപ്പിയൊക്കെ പോയി എടുത്തുകൊണ്ട് വന്നു. പിന്നെ നമ്മുടെ അടുത്തുണ്ടായിരുന്ന പഴംപൊരി നമ്മൾ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇതുവരെ ലോഡ് ക്ലിയർ ആയിട്ടില്ല. എന്തായാലും നമുക്ക് പോവാം. പിന്നെ ഇന്ന് നമ്മൾ ഏകദേശം ഒരു 131 ഗ്യാലൻ ഡീസൽ അടിച്ചിട്ടുണ്ട്. 131 ഗ്യാലൻ എന്ന് പറയുമ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നത് 300ൻ്റെ മുകളിൽ പോകുമെന്ന് തോന്നുന്നു. അവിടെ 131 ഗ്യാലൻസ് എന്ന് പറയുമ്പോൾ ഏകദേശം 495 ലിറ്ററാണ് വരുന്നത്. കാരണം ഇത് നമ്മൾ എണ്ണ അടിച്ചതെന്ന് പറയുമ്പോൾ നമ്മുടെ മീറ്ററിൽ ഒരു 1/4 ടാങ്കിലും അര ടാങ്കിൻ്റെയും ഇടയ്ക്ക് നമ്മുടെ മീറ്റർ വന്ന സമയത്താണ് നമ്മൾ എണ്ണ അടിച്ചത്. 495 ലിറ്റർ അടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. പോകുന്ന വഴിക്ക് എപ്പോഴെങ്കിലുമൊക്കെ ലോഡ് ക്ലിയർ ആവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ അവിടെ പോയി കിടന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്തായാലും നമുക്ക് നോക്കാം. ഹലോ ഗായ്സ്. അങ്ങനെ നമ്മൾ ഡെലിവറി ചെയ്യേണ്ട സ്ഥലത്തെത്തി. നമ്മൾ ഓൾറെഡി ഡോക്കിലിട്ടു. ഇതാണ് ഡോക്ക്. അപ്പോൾ അവർ അൺലോഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്പനിയിൽ അവർ നമുക്കൊരു ട്രിപ്പ് ഇട്ട് തന്നു. അത് കോമ്പർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് നമ്മൾ ലോഡ് എടുത്തിട്ട്, അത് വിസ്കോൺസിന് പോകുന്ന ലോഡാണ്. അത് പിൻസറിയാടി കൊണ്ടാണ്. ഞാൻ കമ്പനി പറഞ്ഞു അവരോട് എനിക്ക് വന്നിട്ട് പ്രോപ്പർട്ടി മാനേജറിനെ കാണേണ്ടതാണ്, നമ്മുടെ വണ്ടിയുടെ ചെക്ക് എൻജിൻ വാണിംഗ് കാണിക്കാണ്ടെന്ന്. അപ്പോൾ അവർ പ്രോപ്പർട്ടി മാനേജറിനെ വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞു കുഴപ്പമില്ല എടുക്കുന്നതിന്, അത് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പം ഇവിടുന്ന് ഒരു 25 മിനിറ്റ് ഉണ്ട്. ഇപ്പോൾ ഇവിടുന്ന് ഡ്രൈവ് ചെയ്ത് അവിടെ പോയി ലോഡ് പിക്ക് ചെയ്തിട്ട് വേണം ചാടി പോകാൻ. അപ്പോഴത്തേക്കും ലേറ്റ് ആവും. അതാണ് പ്രശ്നം വരുന്നത്. മാക്സിമം അത് ശരിയാക്കി കിട്ടുമായിരുന്നെങ്കിൽ സമാധാനമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച ട്രിപ്പ് തുടങ്ങായിരുന്നു. ഇവരാണെങ്കിൽ കുറേ നേരം അൺലോഡ് ചെയ്യാൻ പറഞ്ഞിട്ട് 1 മണിക്കൂർ കണ്ടായി ഇതുവരെ അൺലോഡ് ചെയ്ത് കഴിഞ്ഞില്ല. എന്തായാലും നമുക്ക് നോക്കാം. A few moments later. ഹലോ ഗായ്സ്. അപ്പം നമ്മൾ നേരത്തെ ഡെലിവറി ലൊക്കേഷനിൽ ഒരു 2-2.5 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് അവരൊന്ന് അൺലോഡ് ചെയ്ത് കഴിഞ്ഞത്. എന്നിട്ട് നമുക്ക് കമ്പനിയിൽ നിന്ന് അവിടെ അടുത്തൊരു ലോഡ് ഓഫർ അയച്ചു തന്നിരിക്കുന്നു. കോമ്പർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ലോഡ് പിക്ക് ചെയ്യണം. അവിടെ നിന്ന് ഒരു 25 മിനിറ്റ് ഇപ്പുറത്ത് 401 തന്നെ ഉള്ള പഴയ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും. നമ്മൾ ഇന്ത്യയുടെ ഓടിക്കൊണ്ടിരുന്നപ്പോൾ നമ്മൾ സാധാരണ ഒരു കോമ്പറിലൊരു
പെട്രോപാസ് എന്ന് പറഞ്ഞൊരു ട്രക്ക് സ്റ്റോപ്പിൽ നിർത്തിയിട്ട് അവിടുത്തെ ടിമോട്ടൻസിൽ നിന്ന് നമ്മൾ ചായ മേടിക്കുന്നുണ്ട്. ആ പെട്രോപാസിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ അവിടെ വന്നു. അവിടെ അൺലോഡ് ചെയ്ത് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേനും അതിൻ്റെ അകത്താണെങ്കിൽ ഫുള്ള് കുറച്ച് നല്ല വൃത്തികേടായിട്ട് കിടക്കുമായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ ആ പെട്രോപാസിൽ വന്ന് മൊത്തം ഒന്ന് ട്രെയിലർ അടിച്ച് ക്ലീനാക്കി. എന്നിട്ട് ഞാൻ ഈ പിക്കപ്പ് ലൊക്കേഷനിലോട്ട് വന്നു. അപ്പോൾ നമ്മളതിൻ്റെ സൈഡിൽ നിർത്തിയിരിക്കുകയാണ്. അപ്പം ഇവിടെയാണ് ഡോക്ക് വരുന്നത്. അപ്പം നമ്മൾ നേരെ അങ്ങോട്ട് പോയിട്ട് നമ്മൾ ബ്ലൈൻഡിൽ നേരെ ബാക്ക് ഇടേണ്ടി വരും. ഇവിടെ ഞാൻ എന്തായാലും ഓൾറെഡി ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ, അതുകൊണ്ട് നമുക്കൊരു ഐഡിയ ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കാം, പെട്ടെന്ന് പിക്ക് ചെയ്തിട്ട് പോകാം. ഇപ്പോൾ വണ്ടിയുടെ പണി എന്താണെന്ന് എനിക്കൊരു പിടുത്തമില്ല. മിക്കവാറും ഇനിയിപ്പോൾ അടുത്ത ആഴ്ച വല്ല നടക്കുള്ളൂ എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാം. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ ആ കമ്പനിയിൽ നിന്ന് ലോഡൊക്കെ പിക്ക് ചെയ്ത് അതിൻ്റെ ഇപ്പുറത്ത് തന്നെയുള്ള നമ്മൾ പെട്രോപാസ് എന്ന് പറഞ്ഞ ട്രക്ക് സ്റ്റോപ്പിൽ നമ്മൾ പാർക്ക് ചെയ്തു. അവിടെ ടിമോട്ടൻസ് ഉണ്ട്. ആ ടിമോട്ടൻസിൽ പോയി നമ്മൾ ചായയും ഒരു റാപ്പും മേടിച്ചു. അപ്പം ഇതാണ് നമ്മൾ പിക്ക് ചെയ്ത കമ്പനി. അപ്പം ഇവിടെയാണ് പെട്രോപാസ് വരുന്നത്. അപ്പോൾ തൊട്ടടുത്ത് തന്നെയായിരുന്നു. അപ്പം നമ്മൾ അവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തി. നമ്മൾ രാവിലെ ആ വട കഴിച്ചതുണ്ടായിരുന്നുള്ളൂ, പിന്നെ ആ കാപ്പി കുടിച്ചതുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ വൈകുന്നേരം 5 മണി കഴിഞ്ഞു. നമ്മളാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഒന്നും കഴിച്ചുമില്ല. നമ്മൾ പെട്ടെന്ന് വീട്ടിൽ എത്തുമെന്നും വിചാരിച്ചുകൊണ്ടല്ലേ ഇരുന്നത്. അപ്പോൾ പിന്നെ നല്ല വിശമായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ പോയിട്ട് ടിമ്മിൽ നിന്നൊരു കാപ്പിയും മേടിച്ചു, പിന്നെ കഴിക്കാൻ ഒരു റാപ്പും മേടിച്ചു. അപ്പം ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് പോകാം. നമുക്കപ്പോൾ അടുത്ത ആഴ്ചത്തെ ട്രിപ്പ് വന്നു. തിങ്കളാഴ്ച രാവിലെ പോയാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് പള്ളീൻ്റെ വക ഒരു പരിപാടിയൊക്കെ ഉണ്ട് എന്തായാലും ശനിയാഴ്ച. അതൊക്കെ നമുക്ക് മര്യാദയ്ക്ക് ഒന്ന് കൂടാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് അടിച്ചുമിട്ട് നേരെ കമ്പനിയിലോട്ട് പോയി. ഇവിടെ നിന്നൊരു 40 മിനിറ്റ് ഉള്ളതെന്നാണ് എൻ്റെ ഒരു നിഗമനം. എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് വിടാം. 2000 years later. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മുടെ ഓട്ടോ എല്ലാം കഴിഞ്ഞ് രാവിലെ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ എത്താമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ ഡെലിവറിയും അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു ട്രിപ്പ് എടുക്കലും എല്ലാം കൂടെ കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോഴത്തെ 5:30-6 മണിയായി വൈകുന്നേരം. അങ്ങനെ നമ്മൾ ട്രെയിലറൊക്കെ ഡ്രോപ്പ് ചെയ്തു. നമ്മുടെ ട്രിപ്പ് ഷീറ്റും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടു, പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുത്തു. എല്ലാം ഓക്കെ ആയി. അപ്പോൾ നമ്മൾ തിരിച്ച് വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്തു. ഇനിയിപ്പോൾ ജസ്റ്റ് എല്ലാം ഒന്ന് അടുക്കി പെറുക്കി വെച്ച് എല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് പോയാൽ മതി. നല്ല ക്ഷീണമായി, 6 ദിവസമായില്ലേ. അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ട്രിപ്പ് കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൽറോസ് പാർക്ക് ഇല്ലിനോയ്സിലോട്ടിൽ തിങ്കളാഴ്ച രാവിലെയാണ് പിക്കപ്പ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ നിന്ന് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 4 മണിക്കൂർ ഒരു 5 മണിക്കൂറത്തെ ഡ്രൈവേ ഉള്ളൂ. പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ 1 മണിക്കൂർ പുറകോട്ടും കൂടി ആകുമ്പോഴത്തെ പെട്ടെന്ന് എത്തും. 1 മണിക്കത്തെ അപ്പോയിൻമെൻറ്റാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്ക് രാവിലെ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് നേരത്തെ പോയേക്കാം. അവിടെ പോയി നമ്മൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് നമ്മളത്തെ എവിടെന്നെങ്കിലും നല്ല ട്രിപ്പ് എല്ലാം കിട്ടുവാണെങ്കിൽ അത് പിക്ക് ചെയ്തിട്ട് എവിടെയെങ്കിലും ഇരിക്കാമല്ലോ, അവിടെ പെട്ടെന്ന് തന്നെ കിടക്കാമല്ലോ. അപ്പോൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം ഞാനിവിടെ വന്നിട്ട് ഞാൻ രാവിലെ പറഞ്ഞ പോലെ നമ്മുടെ വണ്ടിയുടെ ചെക്ക് എൻജിൻ വാണിംഗ് ഓണാണ്. അപ്പം നമുക്ക് ഈ വണ്ടിക്കകത്തൊക്കെ നമുക്ക് തന്നെ സ്കാൻ ചെയ്ത് നോക്കാൻ പറ്റും. ക്ലസ്റ്ററിൽ തന്നെ ഒരു പ്രൈമറി സ്കാനിങ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഒരു കോഡ് കിട്ടിയായിരുന്നു. അപ്പം എറർ കോഡ് അതിൻ്റെ അകത്ത് തന്നെ വരും. അപ്പോൾ ആ എറർ കോഡ് ഞാൻ ഫോട്ടോ എടുത്തിട്ടായിരുന്നു നമ്മുടെ പ്രോപ്പർട്ടി മാനേജറിന് അയച്ചത്. അപ്പോൾ നമ്മൾ ഇവിടെ വരാനും ലേറ്റായി, ഫുള്ള് പ്രശ്നമായതുകൊണ്ട് അപ്പോൾ ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു കുഴപ്പമില്ല, അത്
ഒരാഴ്ചയും കൂടെ ഓടിക്കോളും, നീ അടുത്ത ട്രിപ്പ് എടുത്ത് പൊക്കോ, കുഴപ്പമൊന്നുമില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് വണ്ടി ഡീലറിലോട്ട് വിടാമെന്ന്, അവരത് ഫിക്സ് ചെയ്തോളൂന്ന്. അപ്പോൾ ഞാനത് ചെക്ക് ചെയ്ത് ഗൂഗിളിൽ ആ കോഡ് അടിച്ച് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പം EGR ഫ്ലോ മറ്റേ ലെസ്സാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് അവർ തന്നെ ഗൂഗിളിൽ പറഞ്ഞിട്ടുണ്ട്, അത് എൻജിൻ്റെ ഫങ്ഷനുമായിട്ട് വലിയ സീനൊന്നുമില്ല, അതൊക്കെ മൈന്യൂട്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ജസ്റ്റ് അതിൻ്റെ സെൻസർ ആക്റ്റീവായിട്ട് നമ്മുടെ ചെക്ക് എൻജിൻ വാണിംഗ് വരുന്നത്, അത് വലിയ ഇഷ്യൂ ഉള്ള കാര്യമല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ആഴ്ച ഈ വണ്ടി കൊണ്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. എന്നിട്ട് നമുക്ക് അടുത്ത ആഴ്ച കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് വണ്ടി സർവീസിന് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യങ്ങളൊക്കെ. ഇനിയിപ്പം 2 ദിവസം ഓഫ്. ഞാൻ ആക്ച്വലി സൺഡേ വല്ലതും തുടങ്ങാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് ക്ഷീണമായി. അപ്പോൾ നമുക്ക് 2 ദിവസം ഇനിയിപ്പോൾ പോയിട്ട് ഫുള്ള് റെസ്റ്റ് എടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ബാക്കിയുണ്ട്. ആക്ച്വലി നമ്മുടെ കുറച്ച് വീഡിയോസ് ബാക്ക്ലോഗ് ആയിട്ട് കിടപ്പുണ്ട്, നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനി ഒന്ന് എഡിറ്റ് ചെയ്ത് ഇടണം. അപ്പോൾ കുറേ ബാക്ക്ലോഗ് ആയിട്ട് കിടപ്പുന്നുണ്ട്, അത് കുറച്ച് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ കുറച്ച് വർക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനെപ്പോഴും പറയുന്ന പോലെ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം അയച്ചു കൊടുക്കുക. അപ്പം നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഇരുന്ന് കാണുന്ന എല്ലാവരോടാണ് പറയുന്നത്, എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. കാരണം ഞാൻ ഞാനിങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് കണ്ടത്, എൻ്റെ IP അഡ്രസ്സ് ഇവിടെ ആയതുകൊണ്ട് മാക്സിമം ഇവിടെയുള്ളവർക്കാണ് നമ്മുടെ വീഡിയോ റെക്കമെൻഡേഷൻ പോകുന്നത്. അപ്പോൾ ഇവിടെയുള്ളവർക്ക് റെക്കമെൻഡേഷൻ പോയി കഴിയുമ്പോൾ ഇവിടെയുള്ളവർ നമ്മുടെ വ്ളോഗെല്ലാം മലയാളത്തിലായതുകൊണ്ട് അവരങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുകയോ കാണുമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാവരും കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണമെങ്കിൽ ഇവിടുന്ന് അവിടെ എന്തായാലും റെക്കമെൻഡേഷനായിട്ട് കിട്ടിയല്ല, ഇവിടുത്തെ IP അഡ്രസ്സ് ആയതുകൊണ്ട്. അപ്പം നിങ്ങളെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഒരു നല്ല സബ്സ്ക്രൈബർ റേറ്റ് ഇതുണ്ടാവുള്ളൂ, എണ്ണം കൂടുള്ളൂ. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, നല്ല നല്ല കമൻറ്റുകളുണ്ടെങ്കിൽ ഇടുക. അപ്പം അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ഫോർ കണ്ണൂർ ട്രക്കർ കാനഡ.